കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെയ് 16 ശനിയാഴ്ച ഈഡൻ ഗാർഡൻസിൽ വെച്ച് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 29 റൺസിന്റെ നിർണായക വിജയം നേടി. ഈ വിജയം അവരുടെ IPL 2026 പ്ലേ ഓഫ് സാധ്യതകൾക്ക് പുത്തനുണർവ് നൽകി. ആവേശം നിറഞ്ഞ ഈ കളിയിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 247 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് KKR നേടിയത്. ടൈറ്റൻസ് നന്നായി പൊരുതിയെങ്കിലും അവർക്ക് ആ സ്കോർ മറികടക്കാൻ കഴിഞ്ഞില്ല. KKRന്റെ ഈ വിജയം ഗുജറാത്തിന്റെ തുടർച്ചയായ 5 വിജയങ്ങൾ എന്ന കുതിപ്പിന് തടയിട്ടു. അതോടെ അവർക്ക് നേരത്തെ പ്ലേ ഓഫിൽ കടക്കാനുള്ള വഴികളും കൂടുതൽ കടുപ്പത്തിലായി. സീസൺ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ മത്സരം എത്രത്തോളം ആശയേറിയതാകുന്നു എന്നിത് കാണിക്കുന്നു. KKR ഇന്നിംഗ്സിന് തീ പാർന്ന തുടക്കമിട്ടത് ഫിൻ അലനായിരുന്നു. വെറും 35 പന്തിൽ നിന്ന് 93 റൺസടിച്ച് അലൻ അതിവേഗത്തിൽ സ്കോർ ഉയർത്തി. അലന് മികച്ച പിന്തുണ നൽകിയത് അംഗ്രിഷ് രഘുവൻഷിയായിരുന്നു. 44 പന്തിൽ നിന്ന് പുറത്താകാതെ 82 റൺസാണ് രഘുവൻഷി നേടിയത്. കാമറോൺ ഗ്രീനും ഒട്ടും പിന്നിലായിരുന്നില്ല. 28 പന്തിൽ 52 റൺസുമായി ഗ്രീനും പുറത്താകാതെ നിന്നു. ഇവരുടെ കൂട്ടുകെട്ടുകൾ KKRന്റെ സ്കോർ ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. IPL ചരിത്രത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് വിട്ടുകൊടുത്ത ഏറ്റവും ഉയർന്ന സ്കോറുകളിലൊന്നായി ഇത് മാറി. ഈ നിർണായക വിജയം KKRന് പോയിന്റ് പട്ടികയിൽ വലിയ മുന്നേറ്റം നൽകിയെന്ന് മാത്രമല്ല, ഈഡൻ ഗാർഡൻസിലെ അവരുടെ 100ാമത്തെ IPL മത്സരം കൂടിയായിരുന്നു ഇത്. ഈ നേട്ടം അവർ അവിസ്മരണീയമായ പ്രകടനത്തിലൂടെ ആഘോഷിച്ചു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കൂറ്റൻ സ്കോർ പിറന്നത് അഗ്രസീവായ അടികളിലൂടെയും തന്ത്രപരമായ കൂട്ടുകെട്ടുകളിലൂടെയുമാണ്. ഫിൻ അലന്റെ ഇന്നിംഗ്സ് ഒരു പവർ ഹിറ്റിംഗ് മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു. 10 സിക്സറുകളും 4 ബൗണ്ടറികളും ഉൾപ്പെടെ. അദ്ദേഹം അംഗ്രിഷ് രഘുവൻഷിയുമായി ചേർന്ന് 95 റൺസിന്റെ നിർണായകമായ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി. പിന്നീട് കാമറൂൺ ഗ്രീനിനൊപ്പം രഘുവൻഷി വേഗത്തിൽ റൺസുയർത്തി 3ാം വിക്കറ്റിൽ വെറും 53 പന്തിൽ 108 റൺസ് കൂടി ചേർത്തു. ഗ്രീനിന്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറി KKRന് അവസാന ഓവറുകളിലും ഉയർന്ന റൺറേറ്റ് നിലനിർത്താൻ സഹായിച്ചു. ബോളിംഗിൽ പരിചയസമ്പന്നനായ സ്പിന്നർ സുനിൽ നരയൻ KKRന് നിർണായകമായ പ്രകടനം കാഴ്ചവെച്ചു. 29 റൺസ് വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തി. നരയന്റെ 200ാമത്തെ IPL മത്സരമായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ മികച്ച കരിയറിലെ ഒരു പ്രധാന നാഴികക്കല്ല് കൂടിയാണിത്. നരയന്റെ കൃത്യതയുള്ള ബോളിംഗ് ടൈറ്റൻസിന്റെ റൺ ചേസിനെ തടസ്സപ്പെടുത്തുന്നതിലും അവർക്ക് വലിയൊരു മൊമെന്റം കിട്ടുന്നത് ഒഴിവാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. സൗരഭ് ദുബെയും ഒരു വിക്കറ്റ് നേടി. മത്സരത്തിൽ KKRന്റെ PET കൂടുതൽ മുറുക്കാൻ ഇത് സഹായിച്ചു. കൃത്യതയുള്ള ഡെത്ത് ബോളിംഗും ഗുജറാത്തിന്റെ ഫീൽഡിംഗിലെ പിഴവുകൾ മുതലെടുത്തതും ഉൾപ്പെടെയുള്ള ടീമിന്റെ കൂട്ടായ പ്രകടനം KKRന് അവരുടെ വലിയ സ്കോർ വിജയകരമായി പ്രതിരോധിക്കാൻ സാധിച്ചു. 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് ഗംഭീരമായി പൊരുതിയെങ്കിലും 4 വിക്കറ്റ് നഷ്ടത്തിൽ 218 റൺസിൽ അവരുടെ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. ഈ സ്കോർ ജയിക്കാൻ മതിയായിരുന്നില്ല. നായകൻ ശുഭ്മാൻ ഗിൽ മുന്നിൽ നിന്ന് നയിച്ചു. 49 പന്തിൽ നിന്ന് 5 ഫോറുകളും 7 സിക്സറുകളും സഹിതം 85 റൺസ് അടിച്ചുകൂട്ടി. ജോസ് ബട്ട്ലർ 35 പന്തിൽ 57 റൺസെടുത്ത് മികച്ച പിന്തുണ നൽകി. ആദ്യം പരിക്കേറ്റ് കളമിടേണ്ടി വന്ന സായ് സുദർശൻ പിന്നീട് തിരികെയെത്തി 28 പന്തിൽ 53 റൺസെടുത്ത് പുറത്താകാതെ നിന്നു. സമ്മർദ്ദത്തിലും അടിപതറാതെ അദ്ദേഹം ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ ഗില്ലും ബട്ട്ലറും അടുത്തടുത്ത ഓവറുകളിൽ പുറത്തായത് ഗുജറാത്തിന് വലിയ തിരിച്ചടിയായി. ഇത് അവസാന ഓവറുകളിൽ ടൈറ്റൻസിന് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമാക്കി. ഈ തോൽവി IPL 2026 പോയിന്റ് പട്ടികയിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാക്കി. 13 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റോടെ ഗുജറാത്ത് ടൈറ്റൻസ് 2ാം സ്ഥാനത്ത് തുടർന്നെങ്കിലും ഈ തോൽവി കാരണം പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ആദ്യ ടീമാകാൻ അവർക്ക് കഴിഞ്ഞില്ല. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഈ വിജയം നിർണായകമായിരുന്നു. 12 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റോടെ അവർ 7ാം സ്ഥാനത്തേക്ക് ഉയർന്നു. കടുത്ത മത്സരം നടക്കുന്ന ഈ ലീഗിൽ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും അവർക്ക് മുന്നിൽ സജീവമായി നിലനിർത്താൻ ഈ വിജയത്തിലൂടെ കഴിഞ്ഞു. ഈ മത്സരം ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിലും മാറ്റങ്ങളുണ്ടാക്കി. സായി സുദർശൻ 1ാം സ്ഥാനത്തേക്ക് കയറിയപ്പോൾ ശുഭ്മാൻ ഗിൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു.